വെൽക്കം ടു മോഹൻലാൽസ് ടേസ്റ്റ് ഓഫ് കേരള. ഞാൻ ഇന്നൊരു ഒട്ടകത്തിൻ്റെ മേളിലൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫോഴ്സ് ചെയ്ത് കയറ്റിയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇവിടെ എത്തിയത്. എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നീനു ചേച്ചി. നീനു ചേച്ചിക്ക് ഒരു കുഞ്ഞ് വാവയൊക്കെ ആയി. നീനു ചേച്ചിയുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തി നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പത്മജ ആൻറ്റി, അപ്പോൾ ആ ആൻറ്റി നമുക്ക് വേണ്ടി ഇന്നൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ പോകണം. ആൻറ്റി ഭയങ്കര എക്സ്പേർട്ടാണ് കുക്കിൽ. അപ്പോൾ ഒരു അമ്മയുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കിന്ന് അറിയാം. അതിന് മുമ്പ് ജീവനോടെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡിൽ ഒന്നും കൂടി എന്നെ കാണാം. വെൽക്കം ടു മോഹൻലാൽസ് ടേസ്റ്റ് ഓഫ് കേരള. നമുക്കെല്ലാവർക്കും നമ്മളുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന നീനു ചേച്ചിയുടെ അമ്മയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ട്, ആ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്നൊക്കെ അറിയാനാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ നീനു ചേച്ചി മാത്രമല്ല, നീനു ചേച്ചിയുടെ കുഞ്ഞു വാവയുണ്ട്, സിയ. ഇപ്പം സിയയുടെ മുത്തശ്ശിയും നീനു ചേച്ചിയുടെ അമ്മയുമാണ് നമുക്ക് വേണ്ടി. അല്ല, രണ്ടുപേരും ഒരാളാണ്. സിയ, സേ ഹായ് ടു ദ ക്യാമറ. ഹായ് പറവാവ. സി ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല ക്രാങ്കി മൂഡിലാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ടി സിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അയ്യോ, എന്തായാലും അപ്പോൾ ചേച്ചിയുടെ അമ്മ ഇന്ന് നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം കൽത്തപ്പം, പിന്നെ ലിവർ ഫ്രൈ. ലിവർ ഫ്രൈ, ഗോട്ടിൻ്റെ അല്ലേ? കൽത്തപ്പം എന്ന് വെച്ചാൽ എന്താ? ചേച്ചി കഴിച്ചിട്ടുണ്ടല്ലോ അത്. അത് പച്ചരിയും പിന്നെ ജാഗ്രി ഇത് വെല്ലം കൂടി കൂട്ടിയിട്ടുള്ള ഒരു മധുരമുള്ള പലഹാരം. ഓക്കെ, 4 മണി പലഹാരം. ഓക്കെ. അപ്പോൾ സിയ വരുന്നോ കുക്ക് ചെയ്യാൻ? അപ്പോൾ സിയയുടെ അമ്മൂമ്മ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി കൽത്തപ്പം ഉണ്ടാക്കാൻ. നമുക്ക് അമ്മൂമ്മയുടെ അടുത്ത് പോകാം. ഹലോ ആൻറ്റി. ഞങ്ങൾ സിയയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് കൽത്തപ്പം. അവൾ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കൈ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് എന്താണ് നമുക്ക് ചെയ്യുന്നത്? ഇത് കുക്കറൊക്കെ ആണല്ലേ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചട്ടി വെച്ചിട്ട് അതിന്റെ നേരെ തീയിട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇപ്പൊ കുക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുക്കറിൽ തന്നെ. ഓക്കെ. അപ്പൊ സിയ കുറച്ചു നേരം മാറിയിരിക്കും, നമ്മൾ ഉണ്ടാക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും സിയയുടെ അടുത്ത് ബായ് പറഞ്ഞേ. സിയ ബായ്. കഴിക്കാൻ വരാല്ലോ വാവക്കുട്ടി. ബൈ. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താ? പച്ചരി, പിന്നെ ചോറ്, ഇത് വേവിച്ച ചോറ്, പച്ചരി, പിന്നെ ഇത് അപ്പക്കാരം, ഉപ്പ്, അപ്പക്കാരം, തേങ്ങാക്കൊത്ത്, വലിയ ഉള്ളി ചെറുക്കൊത്തി അരിഞ്ഞത്, പിന്നെ ശർക്കര. ഇത് ആവശ്യമുള്ള സാധനം. ഇതിൻ്റെ ഈ പച്ചരിൻ്റെ കൂടെ ചോറും പകുതി വെള്ളം കൂടി അരക്കുക, എടുത്തിട്ട് അരക്കുക. ശർക്കര ഉരുക്കാനാണ് ഈ പകുതി വെള്ളം ഉപയോഗിക്കുക. അതാണ് ഇത്. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ ചോറും പിന്നെ പച്ചരിയും കൂടി അരച്ച് വെച്ചതാണ് ഇത്. 250 ശർക്കര പകുതി വെള്ളത്തിൽ അലിയിച്ചിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കട്ടി കിട്ടും. പിന്നെ ഇത് അത് മിക്സ് ആക്കിയതാണ് ഇത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇങ്ങനെ. അപ്പൊ ഇത്രയും നേരം എന്താ പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മൾ പച്ചരിയും ചോറും 3 ടേബിൾ സ്പൂൺ. ഓക്കെ, പച്ചരിയും ചോറും ആദ്യം നമ്മൾ ഈ ഒരു ഗ്ലാസ് സെയിം അളവിന് 1/2 കപ്പിൽ ഉള്ള വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ശർക്കര അലിയിച്ചെടുക്കുന്നു. പച്ചവെള്ളം ആണെങ്കിൽ ഈ പരുവത്തിൽ തന്നെ കിട്ടുന്നതാണ് അമ്മ പറയുന്നത്. പിന്നെ പറയുന്ന 1/2 കപ്പിൽ പിന്നെ ബാക്കി വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ഈ പച്ചരിയും ചോറും അരച്ചെടുക്കുന്നു. 3 ടേബിൾ സ്പൂൺ ചോറ്. അത് അരച്ചെടുത്തിട്ട് അതിൽ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ 1/4 ടേബിൾ സ്പൂൺ അപ്പക്കാരം, 1/4 ടേബിൾ സ്പൂൺ അപ്പക്കാരം നമ്മൾ അതിൽ യൂസ് ചെയ്യും. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഇത് കിട്ടും. ഇതെന്താണ് ഇതിനെ പറയുന്നത്? മാവ്. ഓക്കെ, ഇതാണ് മെയിൻ. ഇത് കിട്ടാനാണ് ഇത്ര നമ്മൾ ചെയ്തത്. അപ്പൊ ഇനി ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ഇനിയിപ്പം തേങ്ങാക്കൊത്തും പിന്നെ സവാളയും വഴറ്റണം, വെളിച്ചെണ്ണയിൽ. അപ്പൊ അത് ചെയ്യാം. ഓക്കെ, കുറച്ച് വെക്കാണല്ലേ? അമ്മ ഷൂട്ടിങ്ങിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിക്കാട്ടോ, ചിരിച്ചാ പ്രശ്നമുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ചിരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ചിരി വരുന്ന ഒരാളാണെന്ന്, ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അമ്മ? അമ്മയ്ക്ക് എത്ര മക്കളാ? 2 മക്കൾ. 2 മക്കൾ. ഒരാണ് കണ്ടില്ലേ?
ഓക്കെ, ഇത് ബ്രൗൺ കളർ. നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇടാം അല്ലേ? അപ്പൊ ഇതും സവാളയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളപ്പോൾ വറക്കുന്നത് അല്ലേ? ഓക്കെ. ഈ കൽത്തപ്പം എന്ന് പറയുമ്പോൾ ഇത് സാധാരണ എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം? നമ്മൾ ചായക്ക് മാത്രമേ ഉപയോഗിക്കും. ഇത് വേറെ ഒന്നും സൈഡിൽ വേണ്ടല്ലേ? വെറുതെ റോ ആയിട്ട് ഇത് അപ്പം മാത്രം 4 മണിക്കൊക്കെ കഴിക്കും. ഓക്കെ. പിന്നെ 200 മുമ്പൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു പലഹാരം. അപ്പൊ ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. വരുന്നത് നമ്മൾ കുറച്ച് നേരം 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടാൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. ആക്ച്വലി നാടൻ സവാളയും പിന്നെ തേങ്ങ കൊത്ത് രണ്ടും വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ കൂട്ടൊന്ന് ചൂടാക്കാം. ഓക്കെ. ഇനി ഈ കൂട്ട് നമ്മൾ ചൂടാക്കാൻ പോവാണ്. ഓക്കെ. അതിനാണ് നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്നത്. കത്തുന്നില്ലേ? ഇത് കത്തിക്കണം. നല്ല തുടർച്ചയായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു. ഇത് ഏകദേശം എത്ര നേരം ഇങ്ങനെ? ഇത് ചൂട് നല്ല ആവി വരുന്ന പോലെ തോന്നും. അപ്പോൾ എടുത്തു. എത്ര നേരം എടുക്കും? സമയം അങ്ങനെ നോക്കി, ടൈം അങ്ങനെ നോക്കില്ല. 5 മിനിറ്റ്. 5 മിനിറ്റ് ഒന്നും ഇളക്കണ്ട, ഇപ്പൊ തന്നെ ഇത് ആണോ? പെട്ടെന്നാവും അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ചൂടാവുന്ന വരെ ഇളക്കണം, നിൽക്കാണ്ട് അല്ലേ? കട്ട പിടിക്കും. അപ്പൊ അമ്മ ഇത് ചൂടായോ? ചൂടായി, നല്ലോണം പോലെ ചൂടായി. ഇത് ആവി വന്ന പോലെ നല്ലോണം ആവി വരുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യട്ടെ? ഓക്കെ. സ്റ്റവ് ഓഫ് ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ശർക്കര, അലീച്ച്, അതും പിന്നെ പച്ചരിയും ചോറും, ഇത് രണ്ടും വെള്ളത്തിലിട്ട് നല്ലപോലെ അരച്ച് അത് രണ്ടും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ മാവാണിത്. ഇതിനെ നമ്മൾ പിന്നെയും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്തിരി സവാളയും കൊത്തിയരിഞ്ഞത് പിന്നെ തേങ്ങയും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് നമ്മൾ? 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കുക്കർ ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ അത് പരത്തണം അല്ലേ? വെളിച്ചെണ്ണ എല്ലായിടത്തും ആവണം. കുക്കറിന്റെ സൈഡിലൊക്കെ തേക്കണം അമ്മ, റൊട്ടി പിടിക്കാണ്ടിരിക്കാനല്ലേ? അപ്പൊ നമ്മളൊരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചും തേച്ചാൽ മതി. ഇത് കറക്റ്റ് സമയത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. കറക്റ്റ് 4 മണി ചായ കുടിക്കേണ്ട സമയത്ത് തന്നെയാണ് അമ്മ ഇത് ഉണ്ടാക്കുന്നത്. ചൂടായില്ലേ അമ്മ? നമുക്ക് തേങ്ങ ഇടാം അല്ലേ? ഇത് നല്ലൊരു സൗണ്ട്, ഒഴിച്ചപാട് നല്ലൊരു ഒച്ച ഉണ്ട്. ഇത് ഒഴിക്കുമ്പോൾ ഒരു നല്ല ശബ്ദം വരും. ഓക്കെ. അമ്മ പറയുന്നത് ഇത് ഒഴിക്കുമ്പോഴേ നല്ലൊരു ഒച്ച വരും എന്നാണ് പറയുന്നത്. ഇത് നോക്കാലോ. ഇപ്പം സവാളയും തേങ്ങയും ഇത് രണ്ടും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാണ്. അതൊന്നും കൂടി ഈ കുക്കറിൽ ഇടുവാണ്, ചൂടായ കുക്കറിൽ. കുക്കറിൽ വേറെ ഒന്നുമില്ല, വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. കൽത്തപ്പത്തിന്റെ മാവ് ഒഴിച്ചു. മതിയോ? ഒഴിച്ച അപ്പം തന്നെ 3 മിനിറ്റ് നല്ല സ്പീഡിൽ സമയം നോക്കണം. സമയത്ത് തുറന്ന് വെക്കരുതെന്ന് പറയും. ഒഴിച്ച അപ്പം തന്നെ നമ്മൾ ആവശ്യമില്ല, വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. 3 മിനിറ്റ് നല്ലോണം നല്ലതുപോലെ ചൂടാവണം. 3 മിനിറ്റ് ഇത് സ്പീഡ് കുറക്കുക. അപ്പോൾ ഏകദേശം 15 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചു. ഈ 15 മിനിറ്റിൽ 3 മിനിറ്റ്, അതായത് ആദ്യം 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചത്. പിന്നെ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ബാക്കി 15 മിനിറ്റ് വെച്ചു. ഇനി നമ്മൾ 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. 15 മിനിറ്റ് ഓഫാക്കി. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫായി. 5 മിനിറ്റിന് ശേഷം തുറക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി തുറക്കാൻ പറ്റുള്ളൂ അല്ലേ? നല്ല മണം വരുന്നുണ്ട്. എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് തേങ്ങയൊക്കെ ഉണ്ടല്ലോ, തേങ്ങയുടെ ഒക്കെ മണം നമ്മൾ വെയിറ്റ് ഇടാത്തതുകൊണ്ട് ആവിയായിട്ട് വരുമ്പോൾ എനിക്ക് അതിൻ്റെ മണമൊക്കെയാണ് വരുന്നത്. കൈ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം മണത്ത് നോക്കുകയാണെങ്കിൽ നല്ല നല്ല ഫ്രൈഡ് തേങ്ങയുടെ മണം, അപ്പത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ എത്ര മിനിറ്റ്? 5 മിനിറ്റ് അല്ലേ? ഓക്കെ. അതിനായിട്ട് അപ്പം ഏകദേശം 5 മിനിറ്റ് ആയില്ലേ ചേച്ചി? ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി സിയാൻ എടുത്തോണ്ട് വന്നു. തുറന്നു നോക്കാം നമുക്കല്ലേ? സിയാ, നമുക്ക് നമ്മുടെ അമ്മാമ്മ ഉണ്ടാക്കിയ സാധനം എന്താന്ന് നോക്കാം. തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വാവ്, എങ്ങനെയുണ്ട് സിയ? അത് നോക്കിയേ. കാണിക്കണം. അത് പൊങ്ങി വന്നല്ലേ? പൊങ്ങി വരണം എന്നാണ്. ഓക്കെ, അപ്പൊ സക്സസ്.
നമ്മൾ മറിച്ചിട്ടിരിക്കുകയാണ്. മറിച്ചിട്ട് ഇപ്പം നമുക്ക് ബാക്ക് സൈഡ് അപ്പം കാണണം. അപ്പം നമുക്ക് ഇനി ഫ്രണ്ട് കാണണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മറിക്കണം അല്ലേ, ഒരു വേറെ പാത്രം. ആ പാത്രം ഇനി ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഫുൾ അങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചാൽ മറ്റേ സൈഡ് അങ്ങനെ നമ്മുടെ കൽത്തപ്പം റെഡിയായി. ഇത് കണ്ടില്ലേ, ഇവക്ക് ഇവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല, അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ടത്? അതിന്റെ സ്മെൽ അടിച്ചിട്ടാന്ന് തോന്നുന്നു ഭാവിക്ക്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മുത്തശ്ശി എടുത്ത് വെക്ക്. ഓക്കെ, അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോ ചൂടോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് മുറിക്കാൻ പാട്. കുറച്ച് തണുത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല കുറച്ചും കൂടി ഹാർഡായിട്ടിരിക്കും അല്ലേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കൽത്തപ്പം. ഇതുണ്ടല്ലോ നല്ല മധുരവും ഉള്ളിയുടെ ആ ചെറിയൊരു എരിവും പിന്നെ നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമ്മുടെ തേങ്ങ ഇട്ടതും എല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇത് ചായ മാത്രമല്ല, എല്ലാ പ്രാവശ്യവും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എനിക്ക് കഴിക്കാൻ തോന്നും അല്ലേ. സൂപ്പർ. എനിക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അമ്മയുടെ മക്കളെയും കൂടെ ഒന്ന് വിളിച്ചേ. അവര് ഭയങ്കര നീൻ ചേച്ചി, നമ്മുടെ വാവയ്ക്കോ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തേ. എങ്ങനെയുണ്ട്? സക്സസ് അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. കഴിക്കാത്ത ആള് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണ്. പാവം, മാവയ്ക്കും കൂടി പറ്റില്ല അല്ലേ? വേണ്ട. അപ്പൊ എന്തായാലും ഒരു മിനിറ്റ്, പിന്നെ ഒരു ഡിഷും കൂടി ഇല്ല അമ്മേനെ അങ്ങനെ നമ്മൾ വിടുന്നില്ല. ഒരു ഡിഷും കൂടി ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഒന്നും കൂടി ഒരു ഡിഷ്. എന്ത്? ആട്ടിന്റെ കരൾ പൊരിച്ചത്. ആട്ടിന്റെ കരൾ പൊരിച്ചത്. ഇത് സിമ്പിൾ ഡിഷ് ആണോ? ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതായത് ആട്ടിൻ കരൾ പൊരിച്ചതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് എരിവുള്ള ഒരു ഐറ്റം ആണ്. അതായത് കുരുമുളക് കൂടുതൽ ഉപയോഗിക്കുന്നതിന്. ഓക്കെ, അപ്പം നല്ല ഹെൽത്തി ആണ്. അപ്പം കുരുമുളകല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ആട്ടിൻ കരൾ, ഓക്കെ, ചെറിയ ഉള്ളി, പിന്നെ കുരുമുളകും ചുവന്ന മുളകും കൂടി അരച്ചത്. കുരുമുളകും ചുവന്ന മുളകും കൂടി അരച്ചത് ഒരുമിച്ചിട്ട് അരച്ചതാണ് ഇത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി അത് ആവശ്യമില്ല നമുക്ക്. മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇനി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് അതിന് ശേഷം ഇടാൻ. ഇത് ഒന്ന് ഇതായിട്ടാകുമ്പം ഇത് നെയ്യ് ഇതിലേക്ക്. ഇത് എന്ത് നെയ്യ്? നെയ്യ് തന്നെ. ഇത് ആട്ടിൽ നിന്ന് കിട്ടുന്ന നെയ്യാണ്. ഓക്കെ, ഇത് നെയ്യാണ്. ഇത് ആട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇത് ഇതിൻ്റെ അകത്ത് അവസാനം ഇടാനുള്ള സാധനം. അവസാനമില്ല, കുറച്ച് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതായിട്ടാകുമ്പോൾ. ഓക്കെ, അപ്പം ഇത് കുരുമുളകും പിന്നെ നമ്മുടെ ചുവന്ന മുളക്, വറ്റൽമുളക്, ഇത് രണ്ടും കൂടി ഇട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആട്ടിൻ കരളിലേക്ക് അത് ചേർക്കുവാണ്. അപ്പം ഇതിൽ കൂടുതലും കുരുമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല എരിവായിരിക്കും. വറ്റൽമുളകും കുരുമുളകും രണ്ടും ഉണ്ട് ഇതിലല്ലേ. അപ്പം നമ്മൾ കുരുമുളകും വറ്റൽമുളകും വെച്ചുണ്ടാക്കിയ ആ മിശ്രിതം ഇതിലിട്ടു. നല്ലപോലെ മിക്സ് ചെയ്യുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലേ? അത് എത്ര? ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കറിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? വേറെ എന്തെങ്കിലും ചിക്കനോ അങ്ങനെ വേറെ വെക്കാം? ഇറച്ചി ഇങ്ങനെ ആക്കാം. ഉപ്പ് എത്രയാ? 1 ടീസ്പൂൺ. അതിന് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് അളവനുസരിച്ച് അല്ലേ? ഇതിപ്പോൾ നമ്മൾ എത്ര? ഇത് 1/2 കിലോ. 1/2 കിലോ ആണ്. അപ്പോൾ 1/2 കിലോ ഇറച്ചിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചോദിച്ചിട്ട് ഇത് ഇനി വെക്കണോ? കുറച്ചു നേരം ഇല്ല, അപ്പൊ തന്നെ ചെയ്ത് തുടങ്ങാം അല്ലേ? ഓക്കെ ഓക്കെ. കുറച്ച് വെളിച്ചെണ്ണ. ഇതിൽ അധികം ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, ഭയങ്കര സിമ്പിൾ അല്ലേ ഇത്? ഇത് രാത്രി ചപ്പാത്തിയുടെ കഴിക്കാം. ഇത് ഗ്രേവി ഇല്ലാത്ത ഐറ്റം, ഡ്രൈ ആണ് അല്ലേ? ഇത് പൊരിച്ചതല്ലേ? ഉണ്ടാവും കുറച്ച് ഈ ഉള്ളിന്റെ ഇത് ഉണ്ടാവും. ആണോ? ഓക്കെ. ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമ്മളെല്ലാ പീസും ഇട്ടു. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും അല്ലേ? ഓക്കെ.
ഉള്ളി ഇതിലേക്ക് ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഉള്ളി ഇത് എത്രയാണ്? അതൊരു 200 ഉണ്ടാവും. 200 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുവായിരുന്നു, അതും ഇട്ടു. നല്ല മണം വരുന്നുണ്ട്, നല്ല എരിവിന്റെ മണം ഒന്നും കേട്ടിട്ടില്ലേ? എരിവുണ്ടായിരിക്കും, നമുക്ക് ഓൾറെഡി മണത്തറിയാൻ പറ്റും. ഇതിൽ നല്ല എരിവിന്റെ മണം വരുന്നുണ്ട്. പിന്നെ അടച്ചു വെക്കണം അല്ലേ? ഓക്കെ, അപ്പൊ കുറച്ചു നേരം അടച്ചു വെക്കുവാണ്. ഉപ്പ് നോക്കാൻ പോവാണ്. അമ്മ പറഞ്ഞു ഉപ്പ് നോക്കണം, ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ 4ാമത്തെ തൊട്ടോ ഉപ്പ് നോക്കുന്നത്, ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. എരിവ് നമുക്ക് വേണ്ട, നന്നായിട്ട് എരിവുണ്ട്, ഉപ്പും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ചു നേരം വേവണം അല്ലേ? പാതി വെണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഇടണം. ഇത് ആട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന നെയ്യാണ്. ഫുൾ എടുത്തേ. ഓക്കെ, ഇത് പതുക്കെ അലിഞ്ഞു വരും അല്ലേ ഈ നെയ്യ്? അങ്ങനെ ചിലത് ഇങ്ങനെ തന്നെ നിൽക്കും. ആ നെയ്യ് ഉണ്ടാവും നല്ല ഒരു പീസ് അതുപോലെ ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ അതിൽ നിന്നുള്ള നെയ്യ് വരും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ നെയ്യാണ് ഇട്ടിരിക്കുന്നത്, ആട്ടിന്റെ തന്നെ നെയ്യ്. ഇതിനി ഇങ്ങനെ തന്നെ ഇരിക്കും അല്ലേ? അങ്ങനെ ഇരിക്കും, ഇങ്ങനെ കഷ്ണം പോലത്തെ എന്താണ്ട ഒരിക്കലും അതിന്റെ ടേസ്റ്റ് അത് വേണം. ഇത് ടേസ്റ്റിന് ഇടുന്നത് അതിങ്ങനെ റബ്ബർ പോലെ ഇരിക്കും. എന്നിട്ട് അതിന്റെ നെയ്യെല്ലാം ഇപ്പം പുറത്ത് വരും അല്ലേ? ഓക്കെ, എരിവ് വേണം. എരിവ് ഓക്കെ, കുരുമുളക് വേണമെങ്കിൽ നല്ല എരിവുണ്ട്. ഇനി എരിവ് വേണ്ട, ഈ എരിവ് തന്നെ ധാരാളം. പിന്നെ അടച്ചു വയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ചു നേരം കൂടി അടച്ചു വയ്ക്കുകയാണ്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ വായന ഇങ്ങനെ വെള്ളം വരുന്നു. ചെറിയ ഉള്ളിന്റെയും ചെറിയുള്ളിന്റെയും കുരുമുളകിന്റെയും എല്ലാത്തിന്റെയും കൂടി ഇങ്ങനെ ചേർന്നൊരു സൂപ്പർ സ്മെൽ. ഇനി എത്ര നേരം എന്ന് പറഞ്ഞാൽ സമയം ഇത് നമുക്ക് നോക്കാം എത്രയാണ്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കുരുമുളക്, ചെറിയുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രേ ഉള്ളൂ. വെളിച്ചെണ്ണ. പിന്നെ ഇത് നമുക്ക് ചിക്കൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കാം. ഇതെന്താ വെള്ളം? ഓക്കെ, ചിക്കനിൽ ചെയ്യാം. പിന്നെ എന്തൊക്കെ ചെയ്യാം? ആട്ടിറച്ചിയും അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എരിവുള്ള മട്ടൻ ലിവർ പൊരിച്ചത് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി അത് എരിവോടെ തന്നെ ചൂടോടെ തന്നെ നമുക്കതിനി ആഹാ നമ്മളൊരു 100 വട്ടം തുറന്നു നോക്കി. വെന്തു അല്ലേ? ഇത് ആവശ്യത്തിന് വേണമെങ്കിൽ എരിവ് നല്ല പോലെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാം. എനിക്ക് പിന്നെ കുറച്ച് എരിവ് മതി. നമ്മുടെ മറ്റേ നെയ്യ് ഇട്ടതെല്ലാം നല്ല ആയിട്ടുണ്ട്, റബ്ബർ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിയും നന്നായിട്ട് ഒടുങ്ങി എല്ലാം ചേർന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുക്കാം അല്ലേ? ഈ പാത്രം മതി, ഇത് തന്നെ ധാരാളം. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്, നമ്മളുടെ ലിവർ ഫ്രൈ. ഇത് ഞാൻ ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലൊരു ലിവർ പീസ് തന്നെ നോക്കിയെടുത്തിരിക്കുകയാണ്. ഒരു ഉള്ളിയും സൈഡിലിരിക്കട്ടെ. നല്ല ചൂടുണ്ടോ? സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല എരിവുണ്ട്, സൂപ്പർ. ആ ഉള്ളിയും പെപ്പറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മുടെ എരിവ് പെപ്പറാണല്ലോ മെയിൻ. ഇപ്പോൾ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ്. എന്തായാലും എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറവ് പെപ്പർ ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കിത് കറക്റ്റ് എരിവായിട്ടാണ് തോന്നുന്നത്. ഉപ്പും കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഇത്രയും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മേ
നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഒരു അടിപൊളി ടേസ്റ്റാണ് അമ്മ ഇപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ 2 സൂപ്പർ ഡിഷായിട്ടാണ് നമുക്ക് അമ്മ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ വന്നത്. ഒരു മധുരം നിറഞ്ഞ കൽത്തപ്പവും പിന്നെ നല്ല എരിവുള്ള ഗോട്ടിൻ്റെ അതായത് ആട്ടിൻ്റെ ലിവർ ഫ്രൈ. ഇത് രണ്ടും നമ്മൾ എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് കണ്ടു ഞാൻ വിചാരിക്കുന്നു.